അയ്യോ വന്നല്ലോ സമരനായകൻ. ഇതൊക്കെ പൊടിയാണല്ലോ. ഉദ്ദേശിച്ചാണല്ലോ. ചേച്ചി ഇതിൽ വെക്കാൻ പറ്റിയ ഒരു 500 ഉണ്ടാവും. ഇടില്ല. അപ്പൊ ഒരു 1000 മതി. നീ നേരത്തെ 500 ചോദിച്ചേ. അപ്പൊ കേട്ട് തന്നാ മതി. എന്തോ എങ്ങനെ? മോഷണം ലീഡർ KP യുടെ രക്തത്തിൽ ഇല്ലാത്തോണ്ട് മാത്രം ചോദിക്കാം. ഓഹോ, അപ്പൊ എന്റെ രക്തത്തിലുണ്ടെന്ന്, ഞാൻ കള്ളിയാണെന്ന്. ചേച്ചി ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ മൂക്ക് ചെറുതായിട്ട് വളയുന്നുണ്ടോന്നൊരു സംശയം. അത് നിന്റെ കണ്ണിന്റെ വളവാ. വേറെ ചോദിക്കും. മുല്ലപ്പള്ളി സാറ് ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ. അങ്ങനെ ചോദിച്ചു. എന്റെ മൂക്കിന്റെ വളവിനെ പറ്റിയോ? ഇയാളധികം വളയ്ക്കണ്ട. ഇയാൾക്ക് എന്തോ വേണം? കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. അശോ, അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ നോക്കാൻ പറ്റില്ല. കൊറേ ഉണ്ടല്ലോ. ഈ സ്ഥലം ഇന്നും കൂടിയേ ഉള്ളൂ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. എന്താ ചേച്ചി വലത്തൊക്കെ ഉണ്ട്? കടമൊന്നും മേടിക്കണല്ലോ. എഴുതി വെച്ചേക്കണല്ല അല്ലേ? നോക്കണ്ട, അത്രേ ഉള്ളൂ. അച്ഛാ, വീടൊക്കെ പെയിന്റ് അടിക്കാറായിട്ടോ. ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ്. എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ പിഴിയുന്നേ? എനിക്ക് കിഫ്ബി മസാല ബോണ്ട് ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തോണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെയാണ്. വീട്ടുകാരും ഒന്നും നിനക്കറിയണ്ടല്ലോ. അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കളമാരിങ്ങനെ തെണ്ടേണ്ടി വരും. ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികം. അതല്ലേ ഇവിടെ നടക്കുന്നത്. വിട്ടേക്കുവാണേ. അച്ഛൻ റെസ്റ്റ് എടുക്കൂ, ചെല്ലു. അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ച ഒരു ഉദ്ഘാടനം ജസ്റ്റ് ഒന്ന് വന്നാ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്. നോക്കട്ടെ. അയ്യോ, 22 ഡേറ്റ് ഇല്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലം വഴിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സോനെന്താ, ജൈവ കൃഷിക്ക് സോനെന്താ, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സോനെന്താ, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സോനെന്താ. ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം? അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ. അവിടെ ആനയെ നിക്രടിക്കാനും സുനിതയെ വേണമെന്ന്. ഇത് പിടിച്ചേ കഴിച്ചോ. എനിക്കാണെങ്കിൽ സങ്കടം കക്കൂസ് പൊട്ടിട്ടോയാ. നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ്. ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ക്ഷമിക്കണം, അകത്ത് കയറിയിരിക്കാം. ഇല്ല, പോയിട്ട് ഇച്ചിരി ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ. അമ്മേ, അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ. ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ വിളിച്ചു. 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷെ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോഗക്കാരോട് എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ശരി ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടോ അവള്? നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയണം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിചരിക്കരുത് അച്ഛാ. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെ ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ 500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ KP. ഇതിപ്പോ ആരെ പറ്റിച്ചു? പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഒരുമാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ ഭാര്യയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതിയില്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന വിതരണം, മറ്റേ ബോർഡ്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ ഇട്ടിരിക്കുന്ന പാവാട കഴിഞ്ഞ വെള്ളത്തിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണകണ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ട വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ. അയ്യോ, അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പോടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. നീ
കാണിച്ചോണ്ടി എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കണ്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. ഞാൻ ഉരുട്ടി വെക്കാടാ, ഉരുട്ടി വെക്കാം. നീ ഇല്ലേ നിക്കടിക്കുമ്പോൾ ആരെ കൂടെ കൊടുക്കുള്ള മാറ കുടിക്കണേ ചവിട്ട് കുടിക്കും. അക്ഷരം പോലും അറിയില്ല. രാധന്റെ കൈയക്ഷരം. എടോ കണ്ടാക്കെ എവിടെ നിൽക്കുവടോ? ഇല്ലിക്കുഴിയിലോട്ട് വന്നേ. ആരുടെ ഈ സുനിത മെമ്പറുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത്? തോന്നിയാസല്ലേ ഈ കാണിക്കുന്നത്? ആ മെമ്പറോട് കുശുമ്പുള്ള ആരോ ചെയ്ത പണിയാ. ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ? റോഡ് മൊത്തം കുഴിയല്ലേ. ഇവന്മാരെ കരുതി കൂട്ടിയാണ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്ത് വള്ളിക്കെട്ടിലാണോ എന്തോ ഈശ്വര കാത്തോണേ. എന്തിനാ മാഡം വിളിച്ചത്? എടോ തന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു റോഡ് ശരിയാക്കാൻ? ഈ കുഴിയെല്ലാം എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടികയെ പെടുത്തുവേ. ഒറ്റ ബില്ല് ഞാൻ പാസ്സാക്കത്തില്ല പഞ്ചായത്തിൽ നിന്ന്. മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ആക്ടിങ് ശരിയാണ്, ശരിയാണ്. മാഡം ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മാഡം ചതിക്കരുത്. എന്റെ ലോൺ, എന്റെ JCB, എന്റെ ടിപ്പർ, എന്റെ കരിമ്പട്ടിക. ആക്ടിങ് കറക്റ്റ് അല്ലോ മാഡം. ആ അപ്പൊ വേഗം റോഡ് ശരിയാക്കാം. ശരി, മാഡം. വൈകുന്നേരം ഞാൻ ഈ വഴി വരുമ്പോ ഒറ്റ കുഴി കണ്ടുപോരുത്. ചെയ്യാം. മനസ്സിലായല്ലോ? ഇപ്പൊ ശരിയാക്കി. ഞാൻ പറഞ്ഞില്ലേ സുനിത മെമ്പർ സൂപ്പറാണ്. ഗ്രൂപ്പിസം അതിന്റെ പാരമ്യത്തിലെത്തിരിക്കുകയാണ്. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന. അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഗ്രൂപ്പിസം കണ്ടുപിടിച്ച ചാച്ചനാണ് ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം. CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. തലേ ദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട്. മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ്. ആര് പറഞ്ഞു? എന്റെ വീട്ടിലുണ്ടല്ലോ CCTV. കോങ്കോയിലിരുന്ന് അതിയാണ് എല്ലാം കാണാം. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടി രക്ഷിച്ചിട്ടുണ്ട്. എന്താ ശരിയല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാത്ത बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അറിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നേതൃത്വം പുറത്തിറക്കും. അതെ. എല്ലാവരും ഓർത്തോ, ഇത്തവണ എന്റെ ഡേനാണ്. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു. സുനന്ദ കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട. സുനന്ദ എന്തു പറയുന്നു? അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും കഴിവുള്ളവരെ കഴിവ് അതാണ്. സുരേഷിന് സീറ്റ് കൊടുക്കാൻ സുനന്ദയ്ക്ക് പോലും താല്പര്യം. അല്ല ഞാൻ അങ്ങനെ വാടാ ചായം കടി ചൂട് മുഞ്ചിക്കണം. ചായം കടി നടക്കുന്നു. ആ പോട്ടെ. അയ്യോ അവന്മാർ പോയി ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്തോ. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുനന്ദയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിനെ അന്വേഷണ വിധേയമായി 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. നിനക്ക് ആ നൂറിനാടുന്ന് വന്ന കല്യാണാലോചനയും മുടങ്ങി. ആ അതെങ്കിലും മുറിവെന്ന് വിചാരിച്ചതായിരുന്നു. ഓ സന്തോഷായി. കൂടുന്നതിനനുസരിച്ചിട്ടേ വരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലം തെറ്റിയ മഴയും. തേനീച്ചകൾ കുറയുന്നു. കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു. മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി. നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല. ഓ അത് അച്ഛൻ്റെ അടുത്ത് എത്തിയോ? അച്ഛൻ അങ്ങനെ മകൻ കീ ബാത്ത് കേട്ട് ഓരോന്ന് വിചാരിക്കണ്ട. അലക്സ് എന്തോ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് അയാൾ വ്യാഖ്യാനിക്കുമായിരുന്നു. ഞാൻ പറയാതെ അറിയാമല്ലോ, അലക്സിനെ സൂക്ഷിക്കണം. വിഷവാ. തൊഴുത്തിക്കുത്തും പാരവെപ്പും ഗ്രൂപ്പ് കളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികൾ. ഇവനൊക്കെ LDPക്കാരെ കണ്ടുപിടിക്കട്ടെ. അവരുടെ അച്ചടക്കവും ആസൂത്രണവും അടവ് നയവും അതിന്റെ മെച്ചം അവർക്കുണ്ട്. പഴയ ഒരു മുട്ടയടി ബാക്കി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പെരുമാറില്ലേ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പൈസയുടെ കാര്യം ഇപ്പോൾ പൈസക്കാരൻ വന്നു. ഈ ബീഡിക്കൊക്കെ ഇപ്പൊ ചന്ദനത്തിരിയുടെ മണവ എന്ത് ചെയ്യാനാ? നടക്ക്.
കുഞ്ഞമ്പു സഖാവ്, ശശി, ഒല്ലീന, ബാബുരാ വിളിച്ചെല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ 100 ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം. കാറൽ മാർക്സിന്റെ മൂലധനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പാടാ. ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിനെ ദുർബലപ്പെടുത്തും. ചെന്താമർഷൻ സഖാവെ, പാവപ്പെട്ടവന്റെ കൂടെയല്ലെന്നും പാർട്ടി നിൽക്കേണ്ടത്. അത് ശരിയാ. കല്യാണ സ്ഥലത്തും മരണ വീട്ടിലൊന്നും നമ്മൾ പോകാതായി. പാർട്ടി ഒരു ബലിക്കാക്കയല്ല കണ്ടെടുത്തൊക്കെ തിരഞ്ഞു നടക്കാൻ. USSRന്റെ വീഴ്ചയ്ക്കും ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി മാറ്റി സഖാവ് അറിഞ്ഞില്ലെന്നുണ്ടോ? താക്കീത് വേണോ തരം താരത്തിൽ വേണോ? അപ്പൊ പേടിയുണ്ട് അല്ലേ? പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത്. അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ. പോകാം. പിള്ളേ, താത്വികമായി പാർട്ടി പബ്സിനെതിരാണെങ്കിലും ബീഫ് ആയതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം. വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും അല്ലേ? വർഗീയ ശക്തികൾ പരസ്പരം മുലയൂട്ടി അതിവേഗം വളരുകയാണ്. വേണം. ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോംവഴിയാവൂ. നോക്കാം. ചേട്ടോ, ഞങ്ങള് പഞ്ചായത്തിൽ പരദേശി മോഡ് നടപ്പാക്കാൻ പോകുന്ന അറിഞ്ഞില്ലേ? അയ്യോ, അതപ്പം എല്ലാ ബംഗാളികളെ ആസാമിലേക്ക് കയറ്റി വിടാൻ പോവാ. മിത്രമേ, മലയാളിയൊന്നും പണിക്ക് കിട്ടത്തില്ല. ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ, ഇവനില്ല എന്റെ കട പൂട്ടിപ്പോവും. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, രാജ്യമാണ് പ്രധാനം. യഥോ ധർമ്മ തഥോ ജയ. ഫലേഷു കഥാജന. लेकिन उससे पहले एक विशेष सूचना। आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कन्नूर से। गाना है परदेसी। चलो मित्रों जी, എന്തോ വലുത് വരാൻ गाना सुनिए। അതുകൊണ്ട് ഇത്തവണ ബംഗാളിയെ വെറുതെ വിടാം. आज अध्यक्ष महोदय देश को विशेष रूप से संबोधित करेंगे। മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചേർത്തൊരു 5000 രൂപ ചെലവായിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യോ, അത് ഇത്തിരി കൂടുതലല്ലേ എന്നെ തങ്കമ്മ ചേച്ചി? ആ കാടിവെള്ളത്തിന്റെ വിലയെങ്കിലും ഇത്തിരി ഒന്ന് കുറയ്ക്ക്. കഞ്ഞിവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഇതിന് കൊടുക്കുന്നത് അറിയാവോ? ഓ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട. ഒരു 2500 രൂപ ഞാൻ അങ്ങ് തരും. കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറെ. എന്റെ പിള്ളേരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത്. ചീട്ടി കിട്ടുമ്പോ 2500 രൂപ ഞാൻ അങ്ങ് തരും. ഇതിവിടെ നിന്നോട്ടെ. അങ്ങനെ പറയരുത് ചേച്ചി. ഇനി കാടിവെള്ളത്തിൽ ബൂസ്റ്റ് ഹോർലിക്സും ഇട്ട് ഇളക്കണ്ട. പിടിച്ചോ, ഇതൊരു 4500 രൂപ തികച്ചുണ്ട്. പിടിക്ക് ഗോപാലേട്ടാ. എന്നിട്ട് ഐശ്വര്യമായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറിയിട്ട് തമ്മി ഒരു MP കൂടെ പോയി. അത് വെട്ടാം. അത് തൊടാൻ പറ്റത്തില്ല, അത് ഹൈക്കമാൻഡാ. ഒരു 100 രൂപ എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടായിരുന്നു. എടാ, നിനക്ക് വല്ല പണിക്കോ കൂടി? 100 രൂപ അത് നമ്മുടെ അടുത്ത് കണ്ടിട്ട് എത്ര ആളായി? അടുത്ത പശുവായിട്ട് സുനന്ദ ചേച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ട്.